അടിപൊളി. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ഈ കാനഡയിൽ ആദ്യം വന്നിട്ട് ഞാനും ഏട്ടയും കൂടെ ഫസ്റ്റ് വന്ന പ്ലേസ് ആണിത്. അപ്പൊ എല്ലാവർക്കും MNK ട്രാവലിന്റെ മറ്റു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രാഹുൽ, ഞാൻ ആരതി. സോ നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങി. സത്യം പറഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ലോക്ക്ഡൗൺ, അതായത് December 26 ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും എങ്ങോട്ടും പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നയാഗ്രയിൽ ന്യൂ ഇയറിൻ്റേതായ സംബന്ധിച്ച് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് കേട്ടു. അപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾക്കൊരു ആഗ്രഹം ഇവിടെ വരണം, ഇവിടത്തെ വാട്ടർഫോൾസ് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മക്കുന് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ഈ കാനഡയിൽ ആദ്യം വന്നിട്ട് ഞാനും ഏട്ടയും കൂടെ ഫസ്റ്റ് വന്ന പ്ലേസ് ആണിത്. നമ്മൾ ഒരിടത്ത് ആദ്യമായിട്ട് എന്ത് നമ്മൾ ആദ്യം കാണുന്ന ഒരു പ്ലേസ് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട്. ഞങ്ങൾ ആക്ച്വലി അന്ന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൾസിലായിരുന്നു. രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു അന്ന്. വളരെ കളർഫുൾ ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കാണും. അത് നിങ്ങൾക്ക് താല്പര്യം കയറി നോക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ബാക്കിയുള്ള കാഴ്ചകൾ. ഇപ്പോൾ മഞ്ഞാണ്. അപ്പോൾ നമ്മുടെ വാട്ടർഫോൾസ് ചെറുതായിട്ടൊന്ന് ഫ്രോസണായി വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ വലിയ വാട്ടർഫോൾസ് ഒന്നല്ല, ചെറിയൊരു വാട്ടർഫോളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് അതിന് ചുറ്റും ഐസ് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഈ മൊത്തം ഈ വാട്ടർഫോൾസ് മൊത്തത്തിൽ ഈ ഐസ് പോലെ ആകും. നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇനി ഒരു ദിവസം വന്നിട്ട് ഞങ്ങൾ ആ വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ ചുറ്റും ഐസ് തൂങ്ങി കിടക്കുകയാണ്. ഇത് കണ്ടോ, മൊത്തം ഐസാണ്. വേറെ തന്നെ ഇവിടെ നമുക്ക് മുഴുവനും നല്ല രീതിയിൽ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഈ മഞ്ഞൊക്കെ ഒന്ന് കാണണമെങ്കിൽ നമുക്ക് കാശ്മീരൊക്കെ ഒന്ന് പോയി കറങ്ങേണ്ടി വരും. ഇവിടെ ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും മഞ്ഞ് മാത്രമാണ്. ആ പാറയും മഞ്ഞും ഒക്കെ ആയിട്ട് കിടക്കുന്ന കണ്ടോ, നല്ല ഭംഗിയാണ്. അതെല്ലാം കൂടി ഇങ്ങനെ വന്നപ്പോൾ മരവും ഇലകളൊക്കെ പോയി ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഇവിടെ ഫുള്ള്. ഞങ്ങൾ വന്ന സമയത്തായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാട്ടർഫോൾസിൻ്റെ അടുത്തൊക്കെ പോകുമായിരുന്നു. അന്ന് വന്നപ്പോഴാണ് എനിക്കാണെങ്കിൽ അടിപൊളി ഒരു പടവും കിട്ടുകയും ചെയ്തിരുന്നു. നല്ല രീതിയിൽ ഞാൻ ഒന്ന് വീണായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിൻ്റർ ആയതിൻ്റെ പേരിൽ ആരും അവിടെ പോയി വീഴാതൊക്കെ ഇരിക്കാനായിരിക്കാം ഇവരിവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ആക്ച്വലി ആ സ്റ്റെപ്പെല്ലാം. അതുകൊണ്ട് നമുക്കിപ്പോൾ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നിർവാഹമില്ല. എനിവേ നമുക്ക് ഫോളും സമ്മറിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മളൊരു ചെറിയൊരു വീഡിയോ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞങ്ങൾ പെട്ടെന്നൊരു സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയപ്പോൾ നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുക്കാം, നിങ്ങളെല്ലാം കാണിക്കാം. ഞങ്ങളുടെ ആ ഒരു പഴയ മെമ്മറി സ്ഥലം സ്പോട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെറിയ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് നേരെ മേലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളാണിത്. നമ്മൾ ഇതിലാണ് ഇറങ്ങി വന്നത് ഇങ്ങോട്ട്. ഇതിൽ നേരെ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വാട്ടർഫോൾസിനോട് ചുറ്റും തന്നെ ഇവിടെ ചെറിയൊരു മ്യൂസിയവും അതുപോലെ തന്നെ ഒരു ഫാമിലി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കിവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്ക്ഗ്ലൻ കൺസർവേഷൻ ഏരിയ എന്നാണ്. ലണ്ടൻ ഒണ്ടാരിയോയിലെ കാനഡയിലെ ഒരു നല്ലൊരു സ്പോട്ടാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഗ്രാൻഡ് ബെൻഡ് ബീച്ചൊക്കെ ഉണ്ട്. നിങ്ങൾ പലരും ഇവിടെ വന്നിട്ടുണ്ടാവാം. എന്നാലും ഇത് വിൻ്ററിൽ വരാനും പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ റോക്ക്ഗ്ലൻ കൺസർവേഷൻ ഏരിയ. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിയത്തിലേക്കൊക്കെ നിങ്ങൾക്ക് കുട്ടികളെല്ലാം കൊണ്ടുപോയി കാണിക്കാനെല്ലാം പറ്റും. ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നേരെ കാണുന്നതാണ് റോക്ക്ഗ്ലൻ ഫാമിലി റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിപ്പോൾ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. ആ സ്റ്റെപ്പ് നേരെ കയറി വരുന്നത് നമ്മുടെ ഈ ഫോൾസിൻ്റെ മേലെ പോകാനുള്ളൊരു ബ്രിഡ്ജിലേക്കാണ്. ആണോ, നമ്മൾ ആ പാലത്തിൽ കൂടെ നമ്മൾ ആ ബ്രിഡ്ജിലേക്ക് കയറാൻ പോകുമ്പോൾ ആ മേലെയുള്ള വ്യൂ ആണ്. ആ മേലെ നിന്നുള്ള നമ്മുടെ വാട്ടർഫോൾസിൻ്റെ വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ കുറച്ചും കൂടി മേലെ പോയിട്ട് ആ ടോപ്പിൽ നിന്നിട്ട് അതിൻ്റെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടുന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവില്ലേ എന്നാ രസമാണ് കാണാനുള്ളത്. എന്താ പറയുക, ഫുൾ ആ വെള്ളം വന്നേക്കുന്നതിൻ്റെ പേരിലായിരിക്കണം ആ വെള്ളത്തിനും ആ ഇലയില്ലാത്ത മരങ്ങൾക്കും എല്ലാം ഒരു പ്രത്യേക ഒരു എടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മേലേക്ക് പോകാനുള്ള നമ്മൾ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി നിൽക്കുകയാണ്. നമുക്കിപ്പോൾ ഈ ബ്രിഡ്ജ് കടന്നിട്ട് വേണം നമുക്ക് ആ ഫോൾസിൻ്റെ മേലേക്ക് പോകാനായിട്ട്. ഫോൾസിൽ ഞങ്ങൾ ആദ്യം വന്ന ഫോൾ ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഫുൾ കളർഫുള്ളായിരുന്നു. മഞ്ഞയും ചുവപ്പും. നിങ്ങൾക്ക് ഫോൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എന്തോരം കളർഫുള്ളായിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേലും മനോഹരമായിരുന്നു. അപ്പോൾ ആ ഫോളിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അടിപൊളി.
ഞാൻ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുക, അതേ മക്കടിഞ്ഞോളി വീണിട്ടുണ്ട് വഞ്ചിൽ. എന്തായാലും ഒന്നും പറയണ്ട, നൊസ്റ്റാൾജി കാണാൻ വന്നിട്ട് പോയി വെറുതെ നൊസ്റ്റാൾജി കാണാൻ വന്നിട്ട് ഇടിഞ്ഞോളി വീണിട്ടുണ്ട്. നമ്മുടെ വാട്ടർഫോൾസിന് ചുറ്റും ഈ പറഞ്ഞ ഒരു വാക്കിംഗ് ട്രയലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വാട്ടർഫോൾസിൻ്റെ തന്നെ പല പല സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോയി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നയാഗ്രയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഷോർട്ട് സ്റ്റോപ്പ് നിർത്തിയേ ഉള്ളൂ ഇവിടെ. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു വിൻമില്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മക്കളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കാം. സോ എനിവേ, നിങ്ങളിപ്പോൾ പറ്റിയ എല്ലാവരും വന്നൊന്ന് കാണുക. ഇതെല്ലാം നല്ല രസമുള്ള സ്ഥലമാണ്. സോ അപ്പോൾ നേരെ ഇപ്പോൾ നയാഗ്രയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോകളെല്ലാം നയാഗ്രയിൽ നിന്നുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ അടുത്ത എപ്പിസോഡിലെല്ലാം വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് നയാഗ്രയിലെ വീഡിയോസും എല്ലാം കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വാട്ടർഫോൾസിൻ്റെ മേലെ എത്തി. ഈ സ്റ്റെപ്പ് കൂടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ മേലെ എത്തുന്നതായിരിക്കും. സ്റ്റെപ്പ് കയറി മടുത്തു. തണുപ്പും കൂടി ആയതുകൊണ്ട് ഒരു രക്ഷയില്ല, പെട്ടെന്ന് ടയേർഡാവുകയാണ്. തണുപ്പായതുകൊണ്ടായിരിക്കണം. അപ്പോൾ ദേ നമ്മൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ നേരെ വാട്ടർഫോൾസിൻ്റെ മേലെ വന്നു. നമ്മൾ നേരത്തെ നിന്ന സ്റ്റെപ്പൊക്കെയാണ് നിങ്ങൾ അവിടെ നിന്ന് കാണുന്നത്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. സോ ഇതെല്ലാമാണ് ഈ റോക്ക് ഗ്ലെൻ കൺസർവേഷൻ ഏരിയയിലെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് മാത്രമല്ല ശരിക്കും എന്താ പറയുക, ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മ്യൂസിയവും പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു ഏരിയ എല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു പാർക്കൊക്കെ ഉണ്ട്. മക്കു ഹാപ്പി അല്ലേ? അപ്പം നൊസ്റ്റാൾജിക് ഏരിയ ഒക്കെ കണ്ടല്ലോ. അതാണ് ഞങ്ങൾ മക്കുവിൻ്റെ ഭയങ്കര നൊസ്റ്റാൾജി ചെയ്യുന്നത്, കാരണം ആദ്യമായിട്ട് വന്നതിൻ്റെ പേരിൽ. എനിവേ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് വലിയ വീഡിയോയ്ക്ക് വേണ്ടി വന്നതല്ല. ഇനി വന്ന സ്ഥിതിക്ക് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, അതേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ആരതി ആൻഡ് രാഹുൽ. ഇങ്ങനെ